കേരളത്തിൽ തെരഞ്ഞെടുപ്പ് ഉണ്ടായിക്കഴിഞ്ഞാൽ പാർട്ടികൾ പരസ്പരം പാര വയ്ക്കുന്നതൊക്കെ സ്വാഭാവികമാണ്. പക്ഷേ ഇത്തവണ BJPയുടെ IT സെൽ ഇറക്കിയ ഈ പോസ്റ്റർ കണ്ടാൽ നമുക്ക് തന്നെ സംശയം തോന്നും. ഇവര് എതിർ പാർട്ടികൾക്ക് പാര വയ്ക്കാനാണോ ഇത് ഇറക്കുന്നത്, അതോ അവർക്ക് ഫ്രീ ആയിട്ട് പ്രൊമോഷൻ കൊടുക്കാനാണോ എന്ന്. ഈ പോസ്റ്റർ ഒന്ന് നോക്കൂ. രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ ഒന്നാണെന്ന് കാണിക്കാൻ അവർ ഉപയോഗിച്ചിരിക്കുന്നത് മലയാളികളുടെ പ്രിയപ്പെട്ട ജഗതിയെയും പപ്പുവിനെയുമാണ്. ഈ ചിത്രം തന്നെ നമുക്ക് പരിശോധിച്ച് നോക്കാം. ഈ സിനിമയിൽ ഇവർ എതിരാളികളാണ്, പക്ഷേ ഈ രണ്ട് കഥാപാത്രങ്ങളും മലയാളികൾക്ക് പ്രിയപ്പെട്ടവരാണ്. പുറത്തുനിന്ന് വേറൊരാൾ വന്ന് ഇവരെ വിമർശിച്ചാൽ മലയാളികളെല്ലാം ഒന്നായി നിൽക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ പോസ്റ്റർ കാണുന്ന ഏതൊരു മലയാളിക്കും തോന്നുന്നത്, ഓ എന്ത് മനോഹരമായ ആത്മബന്ധം എന്നാണ്. നെഗറ്റീവ് അടിക്കാൻ ഇറക്കിയ പോസ്റ്റർ കണ്ട് മലയാളികൾക്ക് തോന്നുന്നത് ഗൃഹാതുരത്വമാണ്. അതായത് മറ്റു പാർട്ടിക്കാരെ താറടിക്കാനായിട്ട് ഇവർ ഉപയോഗിച്ചിരിക്കുന്ന സാധനം മലയാളികൾക്കുള്ളിൽ ഹീറോ പരിവേഷമുള്ള രണ്ട് കഥാപാത്രങ്ങളെയാണ്. ഈ രണ്ട് കഥാപാത്രങ്ങളാണ് കേരളത്തിലെ രണ്ട് മുന്നണികൾ എന്നാണ് ഇവർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ മുന്നണികൾക്ക് മലയാളികൾ സ്നേഹം വാരിക്കോരി വിതറും എന്നതിൽ യാതൊരു സംശയവുമില്ല. ഇനി ഇതാ അടുത്ത ഐറ്റം. ഈ സഖ്യത്തെ കളിയാക്കാൻ വേണ്ടി തിലകനും ശ്രീനിവാസനും സൈക്കിളിൽ പോകുന്ന ചിത്രമാണ്. BJPയുടെ ലോജിക്ക് അനുസരിച്ച് ഇത് കാണുമ്പോൾ വോട്ടർമാർക്ക് ദേഷ്യം വരണം. പക്ഷെ നമ്മുടെ നാട്ടിലെ അവസ്ഥ എന്താണ്? മലയാളികൾക്ക് ഈ രൂപങ്ങൾ വെറും കാരിക്കേച്ചറുകളല്ല, മറിച്ച് അവരുടെ സ്വപ്നങ്ങളാണ്, അവരുടെ അയൽവാസികളാണ്. ഈ പോസ്റ്ററുകൾ കണ്ടാൽ മലയാളികൾ ചോദിക്കുക, ഇവിടെ LDFും UDFും ഇവർ രണ്ടുപേരെ പോലെയാണോ? അങ്ങനെയാണെങ്കിൽ അവർക്ക് ഞങ്ങൾ വേണ്ട സ്വീകാര്യത ഇനിയും കൊടുക്കും എന്നാണ്. BJP ഉദ്ദേശിച്ചത് ഇവരെ ഇതിലൂടെ കളിയാക്കി പുറത്താക്കുക എന്നതാണ്. പക്ഷെ കളിയാക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന ചിത്രങ്ങളാകട്ടെ മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ടത്. ചിലപ്പോൾ സിനിമകളിൽ രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്ന കഥാപാത്രങ്ങളാണ്, എന്നാൽ ഈ രണ്ട് ധ്രുവങ്ങളിലുള്ള ഇതേ കഥാപാത്രത്തെ ഒരേപോലെ സ്നേഹിക്കുന്നവരാണ് മലയാളികൾ. കേരളത്തിലെ മനുഷ്യരെല്ലാം അതീവ രാഷ്ട്രീയ ബോധമുള്ളവരാണ്. അതുപോലെ തന്നെയാണ് അവർക്ക് സിനിമാ പ്രേമവും. പ്രിയപ്പെട്ട രൂപങ്ങളെ രാഷ്ട്രീയ പോസ്റ്ററിൽ കണ്ടാൽ ആളുകൾക്ക് സ്നേഹം ആ പാർട്ടികളോട് കൂടി തോന്നും. മൊത്തത്തിൽ പറഞ്ഞാൽ തല്ലുവാങ്ങാൻ വടി കൊടുത്ത അവസ്ഥയാണ് ഇപ്പോൾ BJPക്ക്. അടുത്തിവർ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മുടെ കന്നാസും കടലാസുമാണ്. പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹത്തിലെ രണ്ട് പ്രതിനിധികളാണ് ഈ രണ്ട് കഥാപാത്രങ്ങൾ. മലയാളികൾക്ക് ഒരുപാട് പ്രിയപ്പെട്ട രണ്ട് കഥാപാത്രങ്ങൾ. അവരുടെ വിഷമത്തിലും അവരുടെ സന്തോഷത്തിലും മലയാളികൾ ഒരുമിച്ച് കരയുകയും ചിരിക്കുകയും ചെയ്ത കഥാപാത്രങ്ങൾ. മറ്റുള്ളവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാതെ ജീവിക്കണമെന്നും മറ്റുള്ളവർക്ക് നന്മ മാത്രം ഉണ്ടാകണമെന്നും കരുതുന്ന രണ്ട് കഥാപാത്രങ്ങൾ. ആ രണ്ട് കഥാപാത്രങ്ങളെയാണ് ഇവിടുത്തെ ഇടതുപക്ഷവും ഇവിടുത്തെ UDFും ആണെന്ന് പറഞ്ഞ് BJP അവതരിപ്പിച്ചിരിക്കുന്നത്. ഇങ്ങനെ രണ്ട് കഥാപാത്രങ്ങളാണ് ഇവിടുത്തെ ഇടതുപക്ഷവും UDFും എങ്കിൽ BJPക്ക് ഈ കാലത്തൊന്നും തന്നെ കേരളത്തിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നാണ് ഇവർ മനസ്സിലാക്കേണ്ടത്. കാരണം അത്രയും സ്ട്രോങ് ആണ് രണ്ട് കഥാപാത്രങ്ങൾ, അത്രയും നന്മ നിറഞ്ഞ രണ്ട് കഥാപാത്രങ്ങളാണ് അവർ. അവരാണ് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളെന്ന് BJP പറയുന്നുണ്ടെങ്കിൽ BJP പിന്നെ ഇങ്ങോട്ട് നോക്കിയിട്ട് യാതൊരു കാര്യമില്ല എന്നേ പറയാനുള്ളൂ. ചുരുക്കത്തിൽ പറഞ്ഞാൽ എതിരാളികളെ നാറ്റിക്കാൻ ഇറങ്ങിയ പോസ്റ്ററുകൾ ഇപ്പോൾ അവർക്ക് ക്യൂട്ട് ഇമേജ് ഉണ്ടാക്കി കൊടുത്തിരിക്കുകയാണ്. IT സെല്ലിനോട് ഒന്നേ പറയാനുള്ളൂ, അടുത്തിനി പോസ്റ്റർ ഇറക്കുമ്പോൾ മലയാളികൾക്ക് പ്രിയപ്പെട്ട കഥാപാത്രങ്ങളെ വെച്ച് ഇത്തരത്തിലുള്ള വെട്ടിത്തരം കാണിക്കരുത് എന്നേ പറയാനുള്ളൂ. കാരണം ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന പല പോസ്റ്ററുകളും ഇവിടുത്തെ ഇടതുപക്ഷവും UDFും ആണെന്ന് ഇവർ പറയുകയാണെങ്കിൽ ഞങ്ങൾക്കത് മതി എന്നേ മലയാളികൾ ചിന്തിക്കത്തുള്ളൂ.